C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ ഇത്? എന്താ ഇതിന്റെ അർത്ഥം? അച്ഛനമ്മ എവിടെ പോകുന്നു? ഈ രാത്രി ഇവിടുന്ന് ഇറങ്ങി പോകാനും മാത്രം എന്താ സംഭവിച്ചത്? അയ്യോ മോളെ, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. അവിടെ പോയിട്ട് 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിപ്പോഴാ ഓർത്തത്. മോളുടെ വിശേഷം അറിഞ്ഞപ്പോ അതൊക്കെ അങ്ങ് മറന്നു. അതെ മോളെ, നിന്റെ കണ്ണീര് കണ്ടോണ്ട് പോണ്ടാന്ന് കരുതിയാ ഞങ്ങൾ പറയാതെ ഇറങ്ങിയത്. മാത്രമല്ല, മാറി ഉടുക്കാനുള്ള തുണി കൃഷ്ണയെ വിളിച്ചു പറഞ്ഞ് അവളത് ഓട്ടോക്കാരന്റെ കൊടുത്തു വിട്ടത് മോളും കണ്ടതല്ലേ. അവള് കൊടുത്തു വിട്ടതോ ഓരോ ജോഡി മാത്രം. എന്താവശ്യമായാലും എന്നോടൊപ്പം 1-2 ദിവസം കൂടി നിന്നിട്ട് പോയാ മതി. അയ്യോ മോളെ, അതിന് നീ വാശി പിടിക്കുകയും വിഷമിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ ഇവിടെ വന്നോളാം. ഇനി കുറച്ചു മാസം കൂടി കഴിഞ്ഞാ മോളെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഉണ്ടാവൂലോ. അത് മാത്രമല്ല മോളെ, രേഖാമാഡത്തിന്റെ അമ്മയൊക്കെ ഇവിടെ ഉള്ളതല്ലേ. എല്ലാവരും കൂടി വന്ന് ഈ വീട്ടിൽ താമസിക്കുന്നത് മോശമാണ്. വല്ലപ്പോഴും അല്ലേ രേഖാമാഡത്തിന്റെ അമ്മ വരുന്നത്. അപ്പൊ അവർക്കും ഗായത്രി അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും കാണും. രേഖാമാഡം കൂടി ഗർഭിണിയായ സ്ഥിതിക്ക് അവരുടെ ബന്ധുക്കളൊക്കെ വരും. അപ്പോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് മോശമാണ്. മോള് പറയാൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ പറഞ്ഞോളാം രഘുവിനോട്. അത് വേറൊന്നുമല്ല രഘു, ഞാൻ വന്നതിന്റെ അന്ന് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് ഇവള് കുറച്ച് കടുത്ത ഭാഷയിൽ രഘുവിനോട് സംസാരിച്ചില്ലേ? പിന്നീട് അവൾക്ക് തെറ്റു മനസ്സിലായത്. അന്നു മുതൽ ഇവൾ എന്നോട് പറയാ രഘുവിനോട് മാപ്പ് പറയണോന്ന്. എന്തായാലും നീ ചെയ്തതാ മോളെ ശരി. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോന്നു അറിഞ്ഞ് ഇന്ന് തന്നെ നീ തെറ്റുകളെല്ലാം രഘുവിനോട് ഏറ്റു പറയാൻ തയ്യാറായില്ലേ? ഏയ് കൂൾ ഡൗൺ രേഖ. ഇനി താൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഓക്കെ? പിന്നെ എന്നോട് മോൻ ക്ഷമിക്കണം. കാര്യം അറിയാതെ ഞാനും അന്ന് എന്തൊക്കെയോ. ഏയ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഓർക്കുന്നേ ഇല്ല രേഖയുടെ അമ്മേ. ഇപ്പൊ എന്റെ ആലോചന മുഴുവനും എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലാ. അപ്പോ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ വരാൻ കുറച്ചുകൂടി വൈകി പോയിരുന്നെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? തത്തയ്ക്ക് ഉപദേശം കൊടുക്കുന്നത് പോലെ എല്ലാം ഞാൻ നിന്റെ ചെവിയിൽ ഓതി തന്നതല്ലേ? എന്നിട്ട് സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നു പറഞ്ഞതുപോലെ ഭർത്താവിനെ കണ്ടപ്പോ നീ എല്ലാം അങ്ങ് മറന്നു. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ഇത്രയും സന്തോഷത്തോടെ ഞാൻ രഘുവിനെ കണ്ടിട്ടില്ല. ആ മുഖത്ത് നോക്കി ഇനിയും കള്ളം പറഞ്ഞും കാണിച്ചും തീ വിഴുങ്ങി എനിക്കിനി നിൽക്കാൻ വയ്യ. രഘു എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എനിക്കറിയാം. അത് കണ്ടില്ലെന്ന് നടിച്ച് ഇനി എത്ര നാളും ഞാനിങ്ങനെ രഘുവിന്റെ മുന്നിൽ നിൽക്കും? കുറ്റബോധത്തോടെ അല്ലാതെ എങ്ങനെ ഞാൻ രഘുവിന്റെ മുഖത്ത് നോക്കും? ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം ആദ്യം ഉണ്ടാകേണ്ടത് നിനക്കാ. ദേ, നമ്മൾ സത്യം പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഗർഭിണിയായി കണ്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ നേരെ എതിർ ദിശയിലാവും. ആ സ്നേഹം മുഴുവൻ ചെന്നടിയുന്നത് ശ്രീലക്ഷ്മിയിലേക്കും ആയിരിക്കും. അതിനർത്ഥം നീ ഈ പടിപ്പുരയ്ക്ക് പുറത്തെന്നാ. നീ ഇപ്പൊ ചിന്തിക്കേണ്ടത് നിന്റെ ഭർത്താവിന്റെ ഈ സന്തോഷവും കരുതലും എങ്ങനെ നിലനിർത്തൂന്ന. അതിന് നിനക്ക് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. പക്ഷെ അമ്മ, ഈ വാർത്ത അവര് വിശ്വസിച്ചു എന്ന് കരുതി മുന്നോട്ട് പോകുമ്പോ ഇത് എത്രത്തോളം മറച്ചു പിടിക്കാൻ നമുക്ക് പറ്റും? ഈ ഒരു കാര്യത്തിൽ സാധ്യതകൾ ഏറെയുണ്ട് മോളെ. ആ സാധ്യതകൾ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി.
ആലോചിച്ചിട്ട് ഇരട്ട കുഞ്ഞുങ്ങളാകാനാ സാധ്യത. ഓഹോ, എന്താലോചിച്ചിട്ടാണാവോ അങ്ങനൊരു സാധ്യത കണ്ടത്? എനിക്ക് തന്നോടുള്ള അചഞ്ചലമായ സ്നേഹം, അതാണ് അതിന്റെ സാധ്യത. ഇത്രമാത്രം സ്നേഹിക്കുന്ന നമുക്ക് മിനിമം ഒരു ഇരട്ട കുട്ടികളെങ്കിലും വേണ്ടേ? എന്നിട്ട് ഒരാളെ കൊണ്ട് നമുക്ക് IAS എടുപ്പിക്കണം, ഒരാളെ കൊണ്ട് IPS. ഈ ബിസിനസ് ടെൻഷനൊന്നും അവർക്ക് കൊടുക്കണ്ട. ഇവിടെ മാസം 2 ആയതേ ഉള്ളൂ. അപ്പോഴേക്ക് 22 വർഷത്തിന് ശേഷം വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ചല്ലോ. അങ്ങനെ പല പല പ്ലാനുകളുണ്ട്. സത്യം പറഞ്ഞ ഞാനിപ്പോ കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുക. എന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ആളാണ് താൻ. എന്നോ ഞാൻ മറന്നു തുടങ്ങിയതെല്ലാം, അല്ലെങ്കിൽ നടക്കില്ല എന്ന് എഴുതി തള്ളിയതെല്ലാം വീണ്ടും ഓരോന്നോരോന്നായി എന്റെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങിയിരിക്കുക. ഇനിയുള്ള എന്റെ കാത്തിരിപ്പ് നമ്മുടെ കുഞ്ഞിനു വേണ്ടിയുള്ളതായിരിക്കണം. തന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. ആ സന്തോഷത്തിൽ മതിമറന്നുള്ള കാത്തിരിപ്പിന് വല്ലാത്തൊരു സുഖമുണ്ട്. ഞാനും ആലോചിച്ചു, ഒരാളെ സ്നേഹിച്ച് ആ സ്നേഹ ഉയർച്ചയിലേക്ക് പോകുന്തോറും നമ്മൾ അയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും. അയാൾ എന്റെ ഭർത്താവാകണം, കുഞ്ഞ് ജനിക്കണം, അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ. പക്ഷെ ആ ആഗ്രഹങ്ങൾ പലപ്പോഴും അസ്ഥാനത്തായി പോവാറുണ്ട്. സ്വന്തമായ പിന്നെ ഒന്നിനോടും പഴയ പോലൊരിഷ്ടം കാണില്ലല്ലോ. എന്റെ കാര്യത്തില് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സ്വപ്നം പോലും കാണാത്തൊരു ജീവിതം ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാനിവിടെ അടുത്തുള്ള ഒരു കോളനിയിലാണ് താമസിക്കുന്നത്. എന്റെ ഭർത്താവ് 1 മാസം മുൻപ് തളർവാദം വന്ന് കിടപ്പിലായി. ബന്ധുക്കളും സ്വന്തക്കാരൊന്നും പറയാൻ എനിക്ക് വേറെ ആരുമില്ല. ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനോ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പറ്റില്ല. ആദ്യം കരുതിയത് അങ്ങേര് ഞാനോ ആത്മഹത്യ ചെയ്യാന്നാ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയപ്പോഴാ അമല സിസ്റ്റർ നിങ്ങളുടെ കാര്യം പറഞ്ഞത്. എന്റെ നിവർത്തികേടിന് ഈ കുഞ്ഞ് എന്ത് പഴിച്ചു? കൺമുന്നിലായാലും അല്ലെങ്കിലും ജീവനോടെ ഉണ്ടാകൂലെന്ന് ഓർത്താ ഞാനിത് സമ്മതിച്ചത്. ഇവിടെ മുതല് മോൾക്ക് ശുക്രൻ ഉദിച്ചുവെന്ന് കരുതിയാ മതി. ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ്. നീ പ്രതീക്ഷിക്കാത്ത ഒരു തുക ഞങ്ങൾ തരും. പ്രസവിക്കുന്നത് വരെയുള്ള നിന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ പ്രസവിച്ച് കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന ആ കുഞ്ഞുമായി ഒരു ബന്ധമില്ലെന്ന് എഴുതി ഒപ്പിട്ട് തരികയും വേണം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ കുഞ്ഞു വളരാൻ പോകുന്നതേ ഒരു കോടീശ്വരനായിട്ടാ. ഇത് നീ കൈവച്ചോ. നല്ല പോഷകാഹാരം വേണം കഴിക്കാൻ. കാരണം നിന്റെ വയറ്റിൽ വളരുന്നതേ ഈ രാജലക്ഷ്മിയുടെ ചെറുമകനാ. കേട്ടല്ലോ? എങ്കിൽ നീ പൊയ്ക്കോ. വർമ്മൻ വില്ലയിലേക്ക് വരുന്ന സമയവും കാലമൊക്കെ ഞാൻ അറിയിച്ചോളാം. നമസ്കാരം സർ. സുഖമാണോ? സുഖമാണ്. ശരി സർ. ശരി. എന്നാ ശരി. താൻ കൂടുതൽ നടക്കണ്ട, പോയി റെസ്റ്റ് എടുത്തോ. വിളിച്ചാ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ അവര് സംസാരിച്ച കാര്യം നമ്മൾ കേട്ടുന്ന് അവരറിയണ്ട. അവർക്ക് വിഷമവും.
ഉം? ശരി. ആ രേഖ, നിങ്ങളത് എവിടെയാ? ഞങ്ങള് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. എന്താ രഘു? നിങ്ങൾ വരുന്ന വഴിക്ക് ചേട്ടത്തെയും കൂടെ വിളിച്ചോണ്ട് വരണം. ശ്രീലക്ഷ്മിയോ? അതിന് ശ്രീലക്ഷ്മി എവിടെ പോയി? ആ, ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. വരുന്ന വഴിക്ക് പിക്ക് ചെയ്ത് പോര്. ഇനി ഇവിടുന്ന് ഒരു കാറ് അങ്ങോട്ടേക്ക് അയക്കണ്ടല്ലോ. ശരി ശരി, ഓക്കെ. ആ ശരി, ഓക്കെ. അമ്മയാകാൻ പോകുന്ന എന്റെ കൂട്ടുകാരിക്ക് 1000 ആശംസകൾ. ഇത് പറയാൻ ഏറ്റവും നല്ല സ്ഥലം ഈ ഊഞ്ഞാലിന്റെ അടുത്താണെന്ന് തോന്നി. അതാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇവിടിപ്പോ ആരും വരാറില്ലെന്ന് തോന്നല്ലോ. ആരും അങ്ങനെ വരാറില്ല. ഞാനും ദീപുവും ഓഫീസിൽ പോവും. ദീപുവും യമുനയും പ്രമീള ചേച്ചിയോടൊപ്പം തയ്യക്കടയിൽ പോവും. പിന്നെ ആര് വരാനാ? എന്നാലും നിന്റെയും രവിസാറിന്റെയും എത്രയെത്ര നല്ല മുഹൂർത്തങ്ങൾക്കാ ഈ സ്ഥലം സാക്ഷിയായിരിക്കുന്നത്. സാറിന്റെ കാമുകിയിൽ നിന്നും ഭാര്യയായി. ഇപ്പതാ സാറിന്റെ കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയാകാനും പോകുന്നു. എല്ലാത്തിനും സാക്ഷിയായ ഈ സ്ഥലത്ത് കുറച്ചുനേരം ചെലവഴിക്കുന്നതിൽ മാഡത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഹലോ മാഡം, എന്താ ഇത്ര കാര്യമായി ആലോചിക്കുന്നേ? നീ ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെയാ. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുമ്പോ മനസ്സിനെന്തോ വല്ലാത്തൊരു സന്തോഷം. ശ്രീലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ ഓരോ നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച് ഈ ഊഞ്ഞാൽ പരിസരമൊക്കെ കുറെ നാളായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടതുപോലെ. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം ദേ അതുപോലെയുണ്ട്. അടുത്ത ഓഫ് ഡേക്ക് എല്ലാവരും ചേർന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കാനിരിക്കുക. നോക്ക് ശ്രീ, ഒരു കുഞ്ഞൊക്കെ ആവുമ്പോഴേക്കും പിന്നെ നിങ്ങളുടെ മാത്രം ലോകത്ത് നിങ്ങൾ മാത്രമാവും. ഒരു കണക്കിന് എനിക്ക് നിന്നോട് ചെറിയ അസൂയൊക്കെ ഉണ്ട് കേട്ടോ. ആഗ്രഹിച്ചതെല്ലാം കുറച്ച് വൈകിയാണെങ്കിലും നിനക്കെല്ലാം കിട്ടിയല്ലോ. ഒരു പെണ്ണിന്റെ ആഗ്രഹങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു. അയ്യോ, ഞാൻ രാജലക്ഷ്മി അമ്മയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഞാനത് വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങൾ ഇതുപോലൊരു വീട്ടിൽ കഴിയുന്നത് രവിക്ക് നാണക്കേടാണെന്ന് പറയായിരുന്നു. എന്റെ മോള് ഈ വീട്ടിലാ വളർന്നെന്ന് അറിഞ്ഞിട്ട് തന്നെയാ രവി സാറ് എന്റെ മോളെ കല്യാണം കഴിച്ചത്. അതൊരു ബുദ്ധിമുട്ടായി സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനില്ലാത്ത ബുദ്ധിമുട്ട് വേറെ ആർക്ക് തോന്നിയാലും ഞങ്ങൾക്കൊന്നുമില്ല. അല്ല, രാജലക്ഷ്മി അമ്മ മടങ്ങി പോകുന്ന കാര്യം തീരുമാനിച്ചില്ലേ? പെട്ടെന്ന് പോയിട്ട് എന്തൊക്കെയോ അത്യാവശ്യമുണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ. മോൾക്ക് വിശേഷമൊക്കെ ആയില്ലേ? ഓ, പറയുന്നത് പോലെ ശരിയാണല്ലോ. എന്തായാലും ഭാഗ്യമുള്ള അമ്മയാ രാജലക്ഷ്മി അമ്മ. രേഖാമാടത്തിന്റെ അടുത്ത് രാജലക്ഷ്മി അമ്മ വന്നപ്പോ തന്നെ ആ വിശേഷം ഉടനെ തന്നെ ഉണ്ടായി. അതിശയം തന്നെ. അല്ല, ഞാൻ അന്നേ ചോദിക്കണമെന്ന് കരുതിയായിരുന്നു. ഇങ്ങനൊരു വലിയ വിശേഷം ഉണ്ടായിട്ടും രേഖാമാടത്തിന് അതിന്റെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. അതെന്താ? അവൾക്ക് നല്ല സുഖമില്ല സരോജം. ഞങ്ങൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ. ഗർഭിണികളെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, എന്റെ ശ്രീമോളെ പോലെ. എന്താ സംഭവം എന്ന് രണ്ടുപേർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ സാന്ദ്ര തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ഈ പ്രോഗ്രാമിന്റെ ആങ്കർ സാന്ദ്ര തന്നെയല്ലേ? നമസ്കാരം. ആ, ഈ കാണുന്നതിന്റെ എല്ലാം അപ്പുറത്തേക്ക് ഞാനായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമേ ഇല്ല.
എ ബേബി ഷവർ. പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. രവി സാറിന്റെയും ശ്രീലക്ഷ്മി മാഡത്തിന്റെയും സന്തോഷത്തില് പങ്കുചേരുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം രേഖ മാഡത്തിന്റെ രഘു സാറിന്റെ സന്തോഷത്തിന്റെ ഭാഗമാകാനാണ്. എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് രേഖ മാഡമാണ്. കാരണം ശ്രീലക്ഷ്മി മാഡത്തിന്റെ വിശേഷം അറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം ഇരട്ടി സന്തോഷമായി മാറിയത് രേഖ മാഡവും പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാ. ഈശ്വര നിശ്ചയം ഈശ്വരാധീനം എന്നൊക്കെ നമ്മൾ ഇതിനെ പറയുമെങ്കിലും ശ്രീലക്ഷ്മി മാഡത്തിന് തൊട്ടു പിന്നാലെ രേഖ മാഡവും പ്രഗ്നന്റ് ആയതിനെ അത്ഭുതമെന്നേ വിശേഷിപ്പിക്കാൻ പറ്റൂ. എനിവേ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഓരോ ദിവസവും ഈ വീട്ടിൽ ഉത്സവമായിരിക്കും. അതിനു മുന്നോടിയായുള്ള ഒരു ഫ്ലാഗ് ഓഫ് മാത്രമാണിത്. വരാൻ പോകുന്ന വലിയ വിശേഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും തുടക്കമായി ഒരു കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ആരംഭിക്കാം. ഇഷ്ടായി? അതറിഞ്ഞാ മതി. ആ, എന്നിട്ട് എന്ത് പറഞ്ഞു തന്റെ അച്ഛനും അമ്മയും? എന്ത് പറയാനാ, പറഞ്ഞതൊക്കെ സാറും കേട്ടതല്ലേ. അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചു. ഇപ്പൊ അവർക്ക് ആവശ്യം പണമാണ്. നമുക്ക് അവർക്ക് കുറച്ച് കാശ് കൊടുത്താലോ? എന്താ തന്റെ അഭിപ്രായം? എനിക്കതിനെ കുറിച്ച് നല്ല അഭിപ്രായമേ ഉള്ളൂ. പക്ഷെ അവരത് സ്വീകരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അച്ഛന്റെ സ്വഭാവം സാറിന് അറിയാലോ. അന്യരാരെ സഹായിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല, പ്രത്യേകിച്ചും സഹതാപത്തിന്റെ പേരില്. അന്യ അപ്പോ ഞാനും ആ കൂട്ടത്തിലാണ് അല്ലേ? ഒരു മരുമകന്റെ അല്ല, മകന്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അവരൊരു നിശ്ചിത അകലത്തിലെ എന്നെ നിർത്തുന്നുള്ളൂ, കാണുന്നുള്ളൂ. അയ്യോ സർ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അന്യരെന്ന് ഉദ്ദേശിച്ചത് എന്നെയും ചേർത്താ. ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും അച്ഛൻ വാങ്ങില്ല. അവരങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോ ഒരു വിഷമം. പഴയ രവി ഓർമ്മ വന്നു. വിഷമം എനിക്കുണ്ട് സർ. പക്ഷേ ഈ പക്ഷയ്ക്ക് ഒരു ഉത്തരം. അത് കണ്ടെത്തിയാൽ പ്രശ്നം തീരും. അറിഞ്ഞു ചെയ്യേണ്ടത് ചെയ്താലേ നമ്മുടെ കർമ്മങ്ങൾക്കൊരു പൂർണ്ണത വരും. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി അതോർത്ത് താൻ വിഷമിക്കണ്ട. താൻ വിഷമിച്ചാൽ നമ്മുടെ കുഞ്ഞു വിഷമിക്കും. അത് പാടില്ല. നമ്മുടെ കുഞ്ഞിന് ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാകാൻ നമ്മൾ കാരണക്കാരാണ്. എന്നും എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ വേണം എനിക്ക് തന്നെ കാണാൻ. നിന്റെ മകൾ ഇപ്പോഴും ജീവനോടുണ്ടോ? അതോ അവൻ കൊന്നോ? വേണമെങ്കിൽ വേഗം അവളെ രക്ഷപ്പെടുത്താൻ നോക്ക്. എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്, നിങ്ങൾ ആരാ? എന്തിനാണ് എന്നെ കാണുമ്പോ രവി സാറിന്റെ കുറ്റങ്ങൾ പറയണത്? അവൻ കുറ്റക്കാരനായതുകൊണ്ട്. ഒരു കുറ്റമല്ല, പല കുറ്റങ്ങൾ, തെറ്റുകൾ മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. അവൻ ചെയ്ത ഏറ്റവും നീചവും ക്രൂരവുമായ തെറ്റെന്താണെന്ന് അറിയാമോ നിനക്ക്? അവന്റെ ഭാര്യ അവൻ കൊന്നു.
പലരെയും കൊന്നു. എന്നെയും കൊല്ലും. നിന്റെ മോളെ അവൻ കൊല്ലും. അവന്റെ നേരെ തിരിയുന്നവർക്ക് മരണമാണ് അവൻ നൽകുന്ന ശിക്ഷ. അവന്റെ മാത്രം രക്ഷ. കഥ പറയാൻ നിൽക്കാതെ നിന്റെ ആവശ്യം പറഞ്ഞിട്ട് വേഗം പോകാൻ നോക്ക്. ഇവിടെ ആരെങ്കിലും നിന്നെ കണ്ട പിന്നെ ചോദ്യങ്ങളുടെ പെരുമഴയായിരിക്കും. അതോടെ എല്ലാം തീരും. എനിക്ക് കുറച്ച് പൈസ വേണം. നല്ല ആഹാരവും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാലേ കുഞ്ഞിന് കേടുപാടുകളൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ എന്നാ ഡോക്ടർ പറഞ്ഞത്. അതൊക്കെ ഡോക്ടർ പറയാതെ തന്നെ എനിക്കറിയാം. നീ ഇപ്പൊ പോ, പൈസ ഞാൻ അങ്ങോട്ട് എത്തിച്ചേക്കാം. അതുമാത്രമല്ല, ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് വരേണ്ടി വന്നാ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത്. അപ്പൊ ഇതുപോലത്തെ മങ്ങിയ സാരിയും കറുത്ത ചരടും ഒക്കെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ ഞാനും ആ സ്റ്റാറ്റസ് ഒക്കെ നോക്കണ്ടേ? അഥവാ ഇനി 1-2 ദിവസം ഇവിടെ താമസിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? മതിയടി, അതിന് നിന്നെ ആരിങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോകുന്നു? ദേ, നിന്റെ ഈ വരവ് ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കണം. അതെ, നിന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മാത്രം മതി. സാന്ദ്രമ്മയുടെ പോന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോവാനായിട്ട് ഇറങ്ങിയതാ. ഇതുവഴി പോയപ്പോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. സരോജത കണ്ടില്ലേ? കണ്ടു. ഞങ്ങള് കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്തു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. ഓ, സാന്ദ്രമ്മയുടെ എന്തിനാ സരോജം വന്നത്? അതെ, അത് വെറുതെ വന്നതാ. അല്ല, നിങ്ങൾ പോയ കാര്യം എന്തായി? ഇത്ര വേഗം തിരിച്ചു വന്നോ? ഞാനെങ്ങും പോയില്ല. മനസ്സിനൊരു സുഖമില്ല, അതുകൊണ്ട് തിരികെ പോന്നു. അല്ല, നീ ഇതെങ്ങോട്ട് പോകാൻ പോകുന്നു? ഞാനേ ഒന്ന് കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട്. സാധനങ്ങൾ വാങ്ങാനോ? അതിന് നിന്റെ കയ്യിൽ എവിടുന്ന പൈസ? നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യുന്നത്? കുടുംബശ്രീയില് കുറച്ച് പൈസ നിർമ്മലയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാ. ഇനി എന്തെങ്കിലും അറിയണോ? ദേ, ചോറ് മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. ഞാനേ വേഗം പോയി കറി വയ്ക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരാം. ഒന്നെ നനഞ്ഞിരിക്കുന്ന മുടി നനവോടെ കോതിയാൽ മുടി പൊട്ടിപ്പോവുകയും കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അതുപോലെ കുന്തിരിക്കം പുകച്ച് അതിന്റെ പുക തലയിൽ കൊള്ളിച്ചാൽ ഒരു പരിധി വരെ മുടിയെ സംരക്ഷിക്കാൻ പറ്റും. അവിടെ അമ്മ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു തരാറുണ്ട്. പക്ഷെ ഇത് എന്തിനാ ചെയ്യുന്നത് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ഇത് കഴിഞ്ഞ് എന്റെ മോളുടെ തലയിൽ കൂടി കുമിഞ്ചാൻ പോയിക്കണ ഗായത്രി അമ്മേ. അതിന് രേഖയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. ഇവിടേക്ക് വന്ന സമയത്ത് ഞാനൊന്ന് ശ്രമിച്ചതാ. അപ്പോ ഹെയർ ഡ്രയറും ക്രീമും ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് രേഖ തന്നെയാ എന്നോട് പറഞ്ഞത്. അതൊക്കെ പണ്ടല്ലേ.
ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള നാടൻ പ്രയോഗങ്ങൾ തന്നെ നല്ലത്. അപ്പോ ഞാൻ വിചാരിച്ചതുപോലെയല്ല. രാജലക്ഷ്മിക്ക് ഇത്തരം അറിവുകളൊക്കെ ഉണ്ടല്ലേ? അത് രേഖയെ ശീലിപ്പിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. സുകന്യേ, അതിങ്ങെടുത്തോളൂ. ഇത് രേഖയ്ക്ക് വേണ്ടി ഒരുക്കിയ കുമിഞ്ചാനാണ്. ഇതുമായി ഞാൻ മുകളിലേക്ക് വരാനിരുന്നതാ. ഒന്നിച്ചു കൂട്ടിയാൽ ഒന്നിന്റെ കനല് കെട്ടുപോകുന്നു കരുതിയാ ഇത് കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചത്. ഞാൻ കരുതി ഗായത്രി അമ്മയ്ക്ക് അതിനൊന്നും സമയം കാണില്ലെന്ന്. അതെങ്ങനെയാ? ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് എവിടെ സമയം കിട്ടാനാ? പക്ഷേ എനിക്ക് ഇവളുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. രാജലക്ഷ്മി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതിങ്ങനെ അർത്ഥം വെച്ച് പറയണമെന്നില്ല. എന്റെ മോളുടെ കാര്യത്തിൽ അർത്ഥം വെച്ച് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല ഗായത്രിയമ്മ. ഒരു വീട്ടിൽ 2 മരുമക്കളുണ്ടെങ്കിൽ 2 പേർക്കും തുല്യ സ്ഥാനം കൊടുക്കണം എല്ലാ കാര്യത്തിലും, പ്രത്യേകിച്ച് ഈ സമയത്ത്. മോളെ ശ്രീലക്ഷ്മി, മോൾ മുറിയിലേക്ക് ചെല്ല്. രേഖ ധൈര്യമായിട്ട് കുടിച്ചോ. ശ്രീലക്ഷ്മിക്ക് ഇത് തന്നെയാ കൊടുക്കുന്നത്. പെറ്റമ്മ കഴിഞ്ഞാൽ നിന്റെ അമ്മയെന്ന് പറയാൻ പിന്നെ ഞാനേ നിനക്കുള്ളൂ. അത് ശ്രീലക്ഷ്മിക്കും അങ്ങനെ തന്നെയാ. അവൾ അത് നന്നായി മനസ്സിലാക്കുന്നു. പക്ഷേ നീ ചിലപ്പോഴൊക്കെ അത് മറക്കുന്നേ ഉള്ളൂ. എന്നാ നീ ചെയ്തതൊന്നും ഇവിടെ ആരും മനസ്സിൽ വെച്ചിട്ടില്ല. അങ്ങനെ ഓരോന്നോർത്ത് വെച്ച് പെരുമാറാനാണെങ്കിൽ ആദ്യം നിന്നോട് ശത്രുത തോന്നേണ്ടത് ശ്രീലക്ഷ്മിക്കാണ്. അതിന്റെ കാരണം ചിലപ്പോ രാജലക്ഷ്മിക്ക് അറിയില്ലായിരിക്കും. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ശ്രീലക്ഷ്മിക്ക് കൊടുത്ത 15 ലക്ഷം രൂപ ആരും അറിയാതെ എടുത്ത് ചെലവഴിച്ചു രാജലക്ഷ്മിയുടെ ഈ മോള്. അത് പല കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ആരും ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറുന്നില്ല എന്ന്. പ്രത്യേകിച്ചും ശ്രീലക്ഷ്മി. കാരണം അവളെ വളർത്തിയത് നീരേറ്റ് കോളനിയിലെ സുദർശനും സരോജവും കൂടിയ. നേരുള്ള മാതാപിതാക്കളുടെ നേരുള്ള മകൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.